നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ശത്രു രാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചൈന തന്നെയാണ്. എന്നാൽ ഇപ്പോഴിതാ ചൈനയിൽ നിന്നും നിക്ഷേപകർ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുകയാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വാൾസ്ട്രീറ്റ് ഭീമന്മാരായ ഗോൾഡ്സ്മാൻ സാച്സ് ഗ്രൂപ്പ്, മോർഗൻ സ്റ്റാൻലി തുടങ്ങിയവർ ഇന്ത്യയെ പ്രധാന നിക്ഷേപ കേന്ദ്രമായി ഇതിനോടകം തന്നെ അംഗീകരിച്ചിട്ടുമുണ്ട്. ഇതോടുകൂടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ചൈനയിലെ നിക്ഷേപങ്ങളും ഇവർ പിൻവലിച്ചു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. $62 ബില്യൺ ഫെഡ് ഫണ്ടുള്ള മാർഷൽ വേഴ്സ് മുൻനിര ഫെഡ് ഫണ്ടിൽ യുഎസിന് ശേഷം ഇന്ത്യയെ അതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി തന്നെ ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. സൂറിച്ച് ആസ്ഥാനമായുള്ള വോണ്ടോബെൽ ഹോൾഡിംഗിന്റെ ഒരു വിഭാഗം ഇന്ത്യ അവരുടെ എമർജിംഗ് മാർക്കറ്റ് ഹോൾഡിംഗ് ആയും ജാനസ് ഹാൻഡേഴ്സൺ ഗ്രൂപ്പ് ഇന്ത്യയിലെ നിക്ഷേപത്തിന് ശ്രമിക്കുകയാണ് എന്നും ജപ്പാനിലെ യാഥാസ്ഥിതികരായ റീറ്റെയിൽ നിക്ഷേപകർ പോലും ഇന്ത്യയെ സ്വീകരിക്കുന്നുണ്ട് എന്നും ബ്ലൂംബർഗ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യ വലിയ പുരോഗതിയിലേക്ക്, സാമ്പത്തിക നേട്ടത്തിലേക്കൊക്കെ നടന്നെടുക്കുമ്പോൾ നമ്മുടെ അയൽ രാജ്യമായ ചൈന പിന്നോട്ട് കൂപ്പുകുത്തുകയാണ് എന്നുകൂടി എടുത്തു പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഇത്ര നാളും വിദേശ നിക്ഷേപം ഏറ്റവും അധികം ആകർഷിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് നിന്നും ഇപ്പോൾ എന്തുകൊണ്ടാണ് നിക്ഷേപകർ പടിയിറങ്ങുന്നതും ഭാരതത്തിലേക്ക് വന്ന് ചേക്കേറുന്നതെന്നും കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ചൈന പിന്തുടരുന്ന അവരുടെ നയങ്ങൾ, അവരുടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, മറ്റ് രാജ്യങ്ങളിൽ അവർ നടത്തുന്ന ഇടപെടലുകൾ, ഇതൊക്കെ ആഗോള തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ചൈനയ്ക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ ഈ നിക്ഷേപകർ ചൈനയിൽ നിന്നും പിൻവാങ്ങുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം ഇന്ത്യ ആവട്ടെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. കോവിഡിന് ശേഷവും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഉലച്ചിലുകളൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. മറ്റ് പല ലോകരാജ്യങ്ങളും കോവിഡാനന്തരം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന സമയത്ത് പോലും ഇന്ത്യ തലയുയർത്തി നിന്നിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പിന്തുടരുന്ന നയങ്ങൾ തന്നെയാണ് അതിന് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സുപ്രധാന റിപ്പോർട്ടും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.